1 കിലോ മീൻ വളർത്താൻ എങ്ങനെയായാലും ഒരു 80 രൂപ 85 രൂപ 90 രൂപ റേഞ്ചിലൊക്കെ നമുക്ക്, അപ്പോൾ നമ്മൾ 10 രൂപ ചിലവാക്കിയിട്ട് നമുക്ക് മീൻ വളർത്തിയാലോ എന്നതാണ് ഇന്നത്തെ വീഡിയോൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. വെൽക്കം ടു മൈ വീഡിയോ ചാനൽ. അത് ഞാൻ തിരഞ്ഞെടുക്കുന്ന മീൻ വേറൊന്നല്ല, നമ്മുടെ കേരളത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണമായ ബ്രാൽ എന്നാണ്. വരാൽ, അങ്ങനെ പല രീതിയിലും പറയുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കുളം തിരഞ്ഞെടുക്കുക. അത് നിങ്ങളുടെ വീട്ടിലുള്ള കുളം തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ലീസിനുള്ള കുളം തിരഞ്ഞെടുക്കുക. ആദ്യം തന്നെ കുളം നന്നായി ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കളമത്സ്യങ്ങളെ കളയുക, പാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളയുക. പിന്നെ ഒരിക്കലും അതിൽ സൈഡിലുണ്ടാവുന്ന പുല്ല്, അത്യാവശ്യം വരുന്ന കുറച്ച് അണ്ടികളൊന്നും കളയരുത്. കാരണം ബ്രാൽ എപ്പോഴും ഒരു സൈലൻ്റാണ്. ഭക്ഷണമൊക്കെ എടുക്കുന്നത് ഒളിഞ്ഞും മറഞ്ഞു നിന്നിട്ടാണ് ഭക്ഷണം എടുക്കുള്ളൂ. എപ്പോഴും ഞാൻ പറയട്ടെ, ലൈവ് ഫുഡാണ് ബ്രാല് കഴിക്കുക. നമ്മൾ പെല്ലറ്റ് കൊടുത്താലൊന്നും ബ്രാല് കഴിക്കില്ല, അത് ശ്രദ്ധിക്കുക. പിന്നെ ഏകദേശം ഒരു 6 അടി ഹൈറ്റിൽ, വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് 6 അടി ഹൈറ്റിൽ വരെ ബ്രാല് ചാടാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടി നമ്മൾ 1/2 ഇഞ്ചിൻ്റെ ഗ്യാപ്പുള്ള വല കെട്ടി മൊത്തം മറയ്ക്കുക. പുറത്തുനിന്നുള്ള ഒരു പാമ്പോ വേറെ എന്ത് പൊന്മാനോ ഒന്നും ചാടാത്ത രീതിയിൽ, ഉള്ളിലേക്ക് കടക്കാത്ത രീതിയിൽ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞിട്ട് വീഡിയോൻ്റെ വലിപ്പം കൂട്ടുന്നില്ല. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം, ലൈവ് ഫുഡ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. ഒന്നാമത്തെ കാര്യം, ഈ കുളത്തിന് ചുറ്റും ഒരു 5-6 ബൾബ്, ഒരു 15 വാട്ടോ 20 വാട്ടിൻ്റെ LED ബൾബ് വാങ്ങിച്ച് നമുക്ക് വെള്ളത്തിനോട് 2 അടി ഹൈറ്റിൽ ഇടുക. അത് രാത്രി കാലങ്ങളിൽ ബൾബ് ഇടുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, അത് പ്രാണികൾ എന്തായാലും അവിടെ വന്നിരിക്കും. ആ പ്രാണികൾ നമ്മളെ കുളത്തിലേക്ക് വീഴും. അത് ഈ ബ്രാലുകൾ ലൈവ് ഫുഡായിട്ട് കഴിക്കും. ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി, ഗപ്പിയെ വളർത്തിയിട്ട് നമുക്ക് കുളത്തിലേക്ക് ഇട്ട് കൊടുക്കാമെന്നാണ്. ഗപ്പി അധികമൊന്നും വിലയില്ല, പെട്ടെന്ന് ബ്രീഡാവും. ലക്ഷക്കണക്കിന് ടൈപ്പിലാണ് ഗപ്പികൾ നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ആ കുട്ടികളൊക്കെ നമുക്ക് ഇവർക്ക് ഫീഡായിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്കൊരു ബക്കറ്റ് എടുത്തിട്ട് നമുക്ക് വേംസ് ഉണ്ടാക്കിയിട്ട് അതിൽ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇട്ട് ഈച്ചനെ കടത്തിയിട്ട് അതിൽ പുഴുക്കൾ ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് കുളത്തിൻ്റെ അരികിൽ കൊണ്ട് വെച്ചിട്ട് ബ്രാലുകൾക്ക് ഭക്ഷണമാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ അടുത്തത്, തവളകളെ നമ്മൾ പെയറുണ്ടാക്കുക. അതായത് ചെറിയൊരു കുളം പോലെ ഉണ്ടാക്കിയിട്ട് ഒരു 2 അടി 3 അടി ഹൈറ്റ് നീളത്തിലുള്ള ചെറിയ പടുത കുളം ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ വല കെട്ടി സംരക്ഷിച്ച് അതിൽ പെയർ തവളകൾ കൊടുത്തിട്ട് അതിൽ കുട്ടികളെ നമ്മൾ വാൽമാക്രി എന്നൊക്കെ പറയും. ആ കുട്ടികളെ പിടിച്ചിട്ട് നമുക്ക് ഇവർക്ക് ലൈവ് ഫിഷായിട്ട് കൊടുക്കാം. കുളങ്ങൾ വേറെ തോടുകളായിട്ട് വല്ല കണക്ഷൻ ഉണ്ടെങ്കിൽ അത് ചാല് വഴിക്ക് നമ്മൾ വലിയ മീൻ കയറാതെ, ഉള്ളിലേക്ക് കയറാതെ, അകത്തുള്ള വലിയ മീൻ പുറത്തേക്കും പോവാതെ നോക്കിയിട്ട് കെണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർക്ക് ലൈവ് ഫുഡായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയ പരലുകൾ, പള്ളത്തികളൊക്കെ ഈ കുളത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അപ്പം നമുക്ക് ലൈവ് ഫിഷായിട്ട് നമുക്ക് ഇവർക്ക് അപ്പം തന്നെ ഒരു വെട്ടിപ്പിടിച്ച് ഒരു ഭക്ഷണമാക്കുന്നതാണ്. പിന്നെ വീശക്കാരൊക്കെ പോകുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ ജീവനോടെ നമുക്ക് ബക്കറ്റിലിട്ട് ആ ഫിഷുകളെ നമുക്ക് ജീവനോടെ തന്നെ ഇടണം, എന്നാലാണ് ഇവർ കഴിക്കുള്ളൂ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ജീവനില്ലാത്ത ഭക്ഷണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടരുത്, ഇവർ കഴിക്കില്ല. അങ്ങനെ നമുക്കൊരു ഏകദേശം നമുക്കൊരു 450-500 രൂപ കിലോ കിട്ടുന്ന മീൻ നമുക്ക് ഏകദേശം ഒരു 10 രൂപ ചിലവിൽ നമുക്ക് ഈ കറണ്ട് ബില്ലിൻ്റെ കാശ് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും നമ്പർ അടിയിൽ തരാത്തത് എന്താണെന്ന് വെച്ചാൽ, പലവിധ പ്രശ്നങ്ങളുണ്ട്. ഈ വീഡിയോ വൈറലായി കഴിഞ്ഞാൽ ഈ നമ്പർ കിട്ടിയ ആൾക്കാർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്പർ കൊടുക്കാത്തത്. നിങ്ങളെന്തായാലും മത്സ്യകർഷകനാകാൻ എന്നൊക്കെയാണെങ്കിൽ നിങ്ങളെന്തായാലും കുട്ടികളെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ ഞാനൊരു ഐഡിയ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ബാക്കി ഇതിൻ്റെ വിപണനം ബാക്കിയൊക്കെ നിങ്ങളാണ് നോക്കേണ്ടത്. എനിക്കതിൽ യാതൊരു വക ഉത്തരവാദിത്തമില്ല. ബ്രാലിൻ്റെ കുട്ടികളൊക്കെ നിങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ നല്ല കർഷകനാണെങ്കിൽ നിങ്ങൾക്ക് അതിന് മാർക്കറ്റ് കണ്ടെത്താൻ യാതൊരു കുഴപ്പമില്ല. ലൈവ് ഫിഷ് ആകുമ്പോൾ നമ്മൾക്ക് വീട്ടിൽ വന്നിട്ട് ആൾക്കാർ വന്നിട്ട് കളക്ട് ചെയ്ത് ജീവനുള്ള മത്സ്യത്തിൽ കൊണ്ടുപോകും. പിന്നെ ഇത് മീൻ പിടിക്കേണ്ട രീതി ആദ്യം മുകളിൽ കെട്ടിയ വലയുണ്ടല്ലോ, അത് നമ്മൾ വെള്ളത്തിൽ കുറച്ച് താത്തിയിട്ട് മൊത്തം കവർ ചെയ്യുക. എന്നിട്ട് ഒരു സൈഡിൽ മാത്രം ഒരു റൗണ്ട് ഷേപ്പിൽ ഹോൾ ഉണ്ടാക്കുക. ഈ ബ്രാലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അരമണിക്കൂർ കൂടുതൽ ചെളിയിൽ ഇവർ പൂണ്ടിരിക്കില്ല പിടിക്കാൻ. അവർ മുകളിൽ ശ്വാസം എടുക്കാൻ എന്തായാലും മുകളിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യുന്നു, മുകളിൽ ശ്വാസം എടുക്കാൻ വരുമ്പോൾ ഈ വല മൊത്തം കണ്ടിട്ട് ഈ ഓട്ടമുള്ള ഭാഗത്തേക്ക് ഒരു ഊളിട്ട് വരും. ഈ ഊളിട്ട് വരുമ്പോൾ ആ ഓട്ടമുള്ള ഭാഗത്തേക്ക് വന്നിട്ട് മുകളിലേക്ക് കവർ ചെയ്യും. പിന്നെ ഈ ഓട്ടം അന്വേഷിച്ച് നടക്കും. അപ്പോൾ അതിനോട് പലരും ചോദിക്കാറുണ്ട്, ഹോളുള്ള ഭാഗത്തേക്ക് വന്നിട്ട് തിരിച്ചതിലേക്ക് പോകില്ലേ എന്ന്. ഒരിക്കലും പോകില്ല. കാരണം വെച്ചാൽ എപ്പോഴും നിങ്ങൾക്ക് ബ്രാൻഡിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഹോളിൻ്റെ അവിടേക്ക് വന്നിട്ട് ഏതൊരു ഭാഗത്തേക്ക് വന്നാലും അത് വേറെ ഭാഗത്തേക്കാണ് പോകുന്നത്. അങ്ങനെ നമുക്ക് വളരെ മുകളിൽ നടക്കുന്ന മത്സ്യത്തെ നമ്മൾ ചെറിയൊരു കോരുവല ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കോരിയെടുക്കാം. അധികം ചിലവില്ലാതെ, ആൾക്കാരെ വയ്ക്കാതെ നമുക്ക് മത്സ്യം പിടിക്കാവുന്നതാണ്. ഞാനെപ്പോഴും എൻ്റെ ചാനലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചിലവ് കുറഞ്ഞ മത്സ്യകൃഷി എന്തിനാണെങ്കിലും ചിലവ് കുറഞ്ഞ രീതിയിലാണ്. അതുകൊണ്ട് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്
ബെൽ ബട്ടൺ കൂടി